ഹലോ, എല്ലാ കൂട്ടുകാർക്കും ടാക്കിയോൺ ലാബിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ട്രിഗണോമെട്രിയെ കുറിച്ചൊക്കെ നേരത്തെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. ഇവിടെ നിങ്ങൾക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ആ റൈറ്റ് ട്രയാങ്കിളിന് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അതെ, ABC എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് ആദ്യം വരുന്നത് എന്തായിരിക്കും? നേരത്തെ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആയിരുന്നു നമ്മുടെ പൈതഗോറസ് തിയറം. ഈ പൈതഗോറസ് തിയറം പറയുന്നത് എന്തായിരുന്നു? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈഡ്സ് തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മുടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? അതും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ, അത് ഈ ആംഗിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആംഗിൾസ് തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ പറയുന്ന ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓൾറെഡി അറിയാവുന്നതാണല്ലോ, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ സൈഡ്സ് തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ ആംഗിൾസ് തമ്മിലും ഒരു ബന്ധമുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് സൈഡ്സും ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സും അതുപോലെ തന്നെ ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഈ ട്രയാങ്കിൾ ABC എടുക്കുവാണ്. ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഒന്ന് എടുക്കുകയാണ്. അതായത് BC/AC. ഓക്കെ, അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ പറയുന്ന BC എന്ന് പറയുന്ന ലെങ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുന്നു, അതുപോലെ തന്നെ AC എന്ന് പറയുന്ന ലെങ്ത്തും മെഷർ ചെയ്യുന്നു, എന്നിട്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുന്നു. സപ്പോസ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ അല്ലെങ്കിൽ 0.5 ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം പറയാൻ പറ്റും. ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ഈ BC/AC ചെയ്ത് കഴിയുമ്പോൾ 1/2 കിട്ടിയാൽ മാത്രമാണ് ഈ പറയുന്ന ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ എല്ലാ കേസിലും ഈ പറയുന്ന BC/AC നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 1/2 തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ ഇത് കിട്ടിയാൽ മാത്രം നമുക്ക് ഈ പറയുന്ന ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് പറയാം. ഇത് നേരെ ഓപ്പോസിറ്റും വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഈ ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 1/2 ആയിരിക്കും. അപ്പോൾ ആ കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. ഒന്ന്, ഈ ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 1/2 ആയിരിക്കും. നേരെ ഓപ്പോസിറ്റും, അതായത് ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ ഈ ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഈ 1/2 മാത്രമാണ് വരാൻ ചാൻസ്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വേറെ റേഷ്യോസ് വരാം. അതായത് ഈ പറയുന്ന BC/AC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1/√2 എന്ന് വരാം. ഇപ്പം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി അല്ല, അത് 45 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഈ റേഷ്യോയും അല്ല, നമുക്ക് ഈ പറയുന്ന BC/AC 1/√2 തന്നെ വരണം എന്നില്ല. ചിലപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ BC/AC ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ √3/2 എന്ന് കിട്ടിയേക്കാം. √3/2 എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ A എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഞാനിപ്പോൾ എല്ലാ ആംഗിൾസിനെയും കുറിച്ച് പറയുന്നില്ല. നമുക്കിവിടെ ഈ റേഷ്യോ ആയിട്ട് ഏത് വാല്യൂ വന്നാലും അതായത് 1/2, 1/3, 1/4 അങ്ങനെ ഏത് റേഷ്യോ അല്ലെങ്കിൽ ഏത് വാല്യൂ വന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗിൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾസ് മാത്രമാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ തൽക്കാലം പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ 1/2 ആണെങ്കിൽ ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ 1/√2 ആണെങ്കിൽ ഈ ആംഗിൾ A എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ √3/2 ആണെങ്കിൽ ഈ പറയുന്ന ആംഗിൾ A എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. അതായത്
സപ്പോസ് ദാറ്റ് ഇവിടെ ബി സി എന്ന് പറയുന്ന ലെങ്ത് 2 ആണ്, അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം എ ബി നമുക്ക് പറയുന്ന പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. നോക്കി അപ്പോൾ ഇവിടെ ബി സി ബൈ എ സി നോക്കി, ബി സി ബൈ എ സി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1/2 ആയിരിക്കും വരുന്നത്. കണ്ടോ? അല്ലെങ്കിൽ ഇവിടെ 4ഉം ഇവിടെ 8ഉം വന്നാലും മതി. അപ്പോഴും നമുക്ക് ബി സി ബൈ എ സി ചെയ്യുമ്പോൾ നമുക്ക് 1/2 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ഏത് രീതിയിൽ വന്നാലും അല്ലെങ്കിൽ ഏത് സൈഡ്സ് വന്നാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 1/√2 എങ്ങനെയായിരിക്കും വരുന്നത്? ഈ പറയുന്ന റേഷ്യോ 1/√2 ഏത് രീതിയിലായിരിക്കും വരുന്നത്? അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറയുന്ന 1/√2 റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 2ഉം 4ഉം ഇവിടെ എടുത്താൽ പോരാ, അതിന് പകരം വേറെ 2 സൈഡ്സ് അതിൻ്റെ ഇതായിട്ട് വരേണ്ടി വരും. അത് 1/√2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 1 വരാം, ഇവിടെ √2 വരാം. അപ്പോൾ ഈ 2 സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/√2 ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ഇവിടെ 2ഉം ഇവിടെ 2√2 വരാം. അപ്പോഴും നമുക്ക് ഈ പറയുന്ന സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/√2 ആയിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്. സൈൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡ്സിൻ്റെ റേഷ്യോനെയാണ് ഈ പറയുന്ന സൈൻ എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ എ എന്ന് പറയുന്നത് ബി സി ഡിവൈഡഡ് ബൈ എ സി ആയിരിക്കും. ഈ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അതാണ് നമ്മുടെ ബി സി. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അതാണ് എ സി. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ, അതായത് ബി സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് ഇതിൻ്റെ ഒരു കോമൺ ഫോർമുല ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ആംഗിൾ വന്നാലും നമുക്ക് ഈ സംഭവം വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ റേഷ്യോ രണ്ടും കൂടെ റേഷ്യോ എടുത്ത് നോക്കുന്നു. റേഷ്യോ എടുത്ത് നോക്കി കഴിയുമ്പോൾ 1/√2 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആംഗിൾ എ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് √3/2 ആണ് കിട്ടുന്നതെങ്കിൽ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി ഈ റേഷ്യോ എടുത്ത് കഴിയുമ്പോൾ 1/2 ആണ് വരുന്നതെങ്കിൽ ഈ എ എന്ന് പറയുന്ന ആംഗിൾ ഈ പറഞ്ഞ പോലെ 30 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ ആംഗിൾ അറിയാമെങ്കിൽ ഈ 2 സൈഡ്സിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ 2 ആംഗിൾസ് അല്ലെങ്കിൽ ഈ 2 സൈഡ്സിൻ്റെ റേഷ്യോ അറിയാമെങ്കിൽ ഈ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇത് നമ്മുടെ ട്രിഗണോമെട്രിക്കകത്തുള്ള ഫസ്റ്റ് ഫോർമുലയാണ്. ഒന്ന് സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ഈ 2 സൈഡ്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ബി സി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ എ ബി വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആംഗിൾ എ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതും പറ്റും. അതായത് നമുക്ക് ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതി, നമുക്ക് ഈ ആംഗിൾ എയും ആംഗിൾ സിയും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും 2 സൈഡ്സ്, ഇന്ന സൈഡ് വേണം എന്നൊന്നുമില്ല, ഇന്ന സൈഡിൻ്റെ റേഷ്യോ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതി നമുക്ക് എല്ലാ ആംഗിൾസും. ഇവിടെ ഓൾറെഡി ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് അറിയാലോ. അതുപോലെ ആംഗിൾ എയും ആംഗിൾ സിയും കണ്ടുപിടിക്കാൻ പറ്റും ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈൻ സി എന്തായിരിക്കും? ഇപ്പോൾ അവിടെ പറഞ്ഞു സൈൻ എ എന്ന് പറയുന്നത് ബി സി ബൈ എ സി ആണെന്ന്. അപ്പോൾ സൈൻ സി എന്തായിരിക്കും? അതും ബി സി ബൈ എ സി തന്നെ ആയിരിക്കുമോ? ആയിരിക്കില്ല. കാരണം ഈ പറയുന്ന ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആകണം എന്നില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് സൈൻ സി എന്ന് പറയുന്നത് ബി സി ബൈ എ സി ആയിരിക്കില്ല. അപ്പോൾ അത് വരുന്നത് ഇതുപോലെയാണ്. ഇതാണ് നമ്മുടെ സി, ആംഗിൾ സി എന്ന് പറയുന്നത് ഈ നിൽക്കുന്നതാണ്. അപ്പോൾ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എ ബി അല്ലേ? അപ്പം എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഈ പറയുന്ന മറ്റേ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പേര് എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ എ ബി സിയോ അല്ലെങ്കിൽ പി ക്യു ആറോ എന്തും ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ സൈൻ പി ആണെങ്കിൽ അങ്ങനെ, സൈൻ പി ആണെങ്കിൽ ആ പിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത്ത് ഡിവൈഡ് ബൈ ആ റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. പല പല ആപ്ലിക്കേഷൻസും ഈ പറയുന്ന ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷനകത്തുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അതെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് പോലെ ഈ സൈൻ മാത്രമല്ല, നമുക്ക് വേറെ കുറേ സംഭവം കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ബി സി മേസി മാത്രമല്ല, നമുക്ക് ഏത് രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ എടുത്താലും നമുക്ക് ഈ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എ ആണെങ്കിലും ആംഗിൾ സി ആണെങ്കിലും എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കുക. ഒന്ന്, സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പിന്നെ ബി സി ബൈ എ സി 1/2 ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ബി സി ബൈ എ സി എന്ന് പറയുന്നത് 1/√2 ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഇനി ബി സി ബൈ എ സി എന്ന് പറയുന്നത് √3/2 ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് വേറെ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ഈ പറഞ്ഞ സൈൻ 30 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് 1/2 ആയിരിക്കും വരുന്നത്. അതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ തന്നെ സൈൻ 45 എന്ന് പറയുന്നത് അത് 1/√2 ആണ്. അതുപോലെ തന്നെ സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, സൈൻ 30 1/2, സൈൻ 45 1/√2, അതുപോലെ തന്നെ സൈൻ 60 എന്ന് പറയുന്നത് √3/2. പിന്നെ സൈൻ എ എന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റേഷ്യോ ആണ് ഈ പറയുന്ന സൈൻ 30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് കാണാം. ഓക്കെ.